അപ്പോൾ എല്ലാം അറിയാമായിരുന്നിട്ട് മാനോടി പുലേ നീ എന്നെ ഇവിടെ ഇട്ട് വട്ടം കറക്കിയത്? അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നിരുന്നു. ശ്യാമേട്ടാ, ഞാൻ മിണ്ടരുത് നീ. ആണൊരുത്തിനെ ഇങ്ങനെ പിന്നലിട്ട് നടത്തിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളല്ലെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലൊരു ഇഷ്ടം തോന്നി. പഠിത്തം കഴിഞ്ഞൊരു ജോലിയൊക്കെ ആകുമ്പോൾ കൂടെ കൂട്ടണമെന്ന് കരുതി തന്നെയാണ് ഇഷ്ടം പറയാനായി പിന്നല്ല നടന്നത്. പക്ഷെ നിനക്ക് അതൊക്കെ ഒരു കളിയായിട്ടാണ് അല്ല തോന്നിയത്? അവളുടെ മുഖം ഒന്നുകൂടി തന്നെ നേരെ ഉയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ അവൻ്റെ വലം കൈ ഉയർത്തി അവൻ്റെ വായി പൊത്തിപ്പിടിച്ചു. പ്ലീസ് ശ്യാമേട്ടാ, ഇനി അങ്ങനെയൊന്നും പറയില്ലേ. ഒരിക്കലും ഏട്ടനെ കളിപ്പിക്കാൻ വേണ്ടിയോ വട്ടം കറക്കാൻ വേണ്ടിയോ ഒന്നുമല്ല ഞാൻ മാറി നടന്നത്. കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി. പിന്നെ അത് എൻ്റെ ഒരു സാധാരണ കുടുംബമാണ് ശ്യാമേട്ട. അച്ഛനും അമ്മയും 2 പെൺകുട്ടികളും അടങ്ങുന്ന ഒരു സാധാരണ ചെറിയ കുടുംബം. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അച്ഛൻ്റെ ഒറ്റ വരുമാനത്തിലാണ് ഞങ്ങൾ 4 പേരും കഴിഞ്ഞു പോകുന്നത്. ഇല്ലായ്മകൾക്കിടയിലും ഞങ്ങൾ 2 പേരെയും നന്നായിട്ട് പഠിപ്പിക്കാൻ അച്ഛനെ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. ഞങ്ങൾ 2 പേരും പഠിച്ച് നല്ല നിലയിലെത്തി കാണണമെന്നാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കുഞ്ഞുനാൾ മുതൽ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടു വളർന്നത് കൊണ്ട് തന്നെ പഠിക്കാൻ ഞങ്ങളും മടി കാണിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ നന്നായി പഠിച്ചൊരു ജോലി വാങ്ങിക്കാം. അതിനിടയിൽ ഒരു പ്രണയമൊന്നും എൻ്റെ മനസ്സിലില്ല ശ്യാമേട്ട. ശ്യാമേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറി നടന്നത്. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോൾ ഏട്ടനെ പ്രണയിക്കാൻ കഴിയില്ല. അതും പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരഞ്ഞതും ശ്യാമ എന്തു പറയണമെന്നറിയാതെ അവളെ തന്നെ നോക്കി നിന്നു. അത് പൂജ. അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അവൾ മുഖം പൊത്തി കരഞ്ഞിട്ട് അവിടുന്ന് ഓടി മറിഞ്ഞു. എന്തുകൊണ്ടോ ആ സമയം അവൾ പോന്നു നോക്കി നിൽക്കാൻ മാത്രമേ അവന് സാധിച്ചുള്ളൂ. അവനൊരു നിരാശയോടെ അടുത്ത് കിടക്കുന്ന ബെഞ്ചിലേക്ക് ചാരി നിന്നു. ഒരു നിമിഷവും അവൻ്റെ മനസ്സിലേക്ക് അവളുടെ നിറഞ്ഞ കണ്ണുകൾ തന്നെ കടന്നു വന്നുകൊണ്ടിരുന്നു. അവൻ കണ്ണുകൾ മുറുക്കി അടച്ച് നെറ്റിയിൽ കൈ താങ്ങിയിരുന്നു. അല്പസമയം കഴിഞ്ഞതും അവിടേക്ക് ത്രിലോകും റോബിനും കൂടെ വന്നു. നീ എന്താണ് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? നിന്നെ ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചു? നെറ്റിയിൽ കൈ താങ്ങി മുഖം കുനിച്ചിരിക്കുന്ന ശ്യാമിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ത്രിലോക് ചോദിച്ചു. അപ്പോഴും മറുപടിയൊന്നും ഇല്ലാതെ മിണ്ടാതെ തലകുനിച്ചിരിക്കുന്നവനെ കണ്ട് 2 പേരെയും നെറ്റിച്ചുളിഞ്ഞു. അവർ പരസ്പരം ഒന്ന് നോക്കിയ ശേഷം അവൻ്റെ തോളിൽ കൈവച്ചു. പെട്ടെന്ന് ശ്യാം മുഖം ഉയർത്തി നോക്കിയതും അവർ ഇരുവരും പകച്ചുപോയി. നിറഞ്ഞൊഴുകുന്ന അവൻ്റെ കണ്ണുകൾ കണ്ടതും അവരിൽ പരിഭ്രാന്തി നിറഞ്ഞു. എടാ ശ്യാമേ, എന്താ പറ്റി നിനക്ക്? ത്രിലോക് അവൻ്റെ ഇരു തോളിലും പിടിച്ചുകൊണ്ട് ചോദിച്ചു. എടാ, അവളെ എനിക്ക് വേണം. നിറ കണ്ണുകളോടെ അവൻ പറഞ്ഞതും അവൻ പൂജയാണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. നീ നിൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞില്ലേ? ത്രിലോക് ഗൗരവത്തോടെ ചോദിച്ചതും അവൻ പറഞ്ഞു എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. അപ്പോൾ അവൾ എന്തു മറുപടി പറഞ്ഞു? റോബിനായിരുന്നു അത് ചോദിച്ചത്. അത് അവൻ ചോദിച്ചതിന് മറുപടി അവൻ ലൈബ്രറിയിൽ വെച്ചുള്ള പൂജയുമായിട്ടുള്ള സംഭാഷണം മുഴുവനും അവരോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞതും അവർ ഒരു നെടുവീർപ്പോടെ അവനെ നോക്കി. ഇതിൽ നീ എന്താണ് വിഷമിക്കുന്നത്? അവൾക്ക് നിന്നെ ഇഷ്ടമല്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ത്രിലോക് ചോദിച്ചു കേട്ട് ശ്യാമ അവൻ പറഞ്ഞത് എന്തെന്ന് മനസ്സിലാകാതെ അവനെ നോക്കി. എടാ പൊട്ടാ, അവൾക്ക് നിന്നെ ഒരിക്കലും ഇഷ്ടമല്ലെന്ന് അവൾ പറഞ്ഞിട്ടില്ല. അവളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അവൾ ചെയ്തത്. അതിനർത്ഥം അവൾക്ക് നീ ഇഷ്ടമല്ല എന്നല്ല. നിന്നെ അവൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാനോ നിൻ്റെ കൂടെ പ്രണയിച്ച് നടക്കാനുള്ള സമയമില്ല. പഠിത്തമെല്ലാം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കഴിയുമ്പോൾ അന്ന് നിൻ്റെ മനസ്സിൽ ഇതേ ഇഷ്ടം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെന്ന് അവളോട് ഇഷ്ടം പറഞ്ഞ് കൂടെ കൂട്ടണം. അതാണ് അവൾ നിന്നോട് പറയാതെ പറഞ്ഞത്. ത്രിലോക് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും ശ്യാമിൻ്റെ മനസ്സിൽ മഞ്ഞ് വീഴുന്നതുപോലെ ഒരു സുഖം തോന്നി. സത്യമാണോടാ? അവൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോ? എന്നിട്ടും വിശ്വാസം വരാത്തതുപോലെ അവൻ ത്രിലോകിൻ്റെ ഇരു കവളിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ. എടാ പുല്ലേ, അതല്ലേ ഇവൻ ഇത്രയും നേരം കൊണ്ട് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റോബിൻ അവൻ്റെ തലയ്ക്കൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞതും ശ്യാം മനോഹരമായ ഒരു പുഞ്ചിരിയോടെ അവരിരുവരെയും മുറുക്കെ പുണർന്നു. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചല്ലോ ത്രിലു. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന ആമി സോഫയിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന ത്രിലോകിനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് അവളെ ഒന്ന് നോക്കി. തലവേദന കുറഞ്ഞോ ആമി? അവളെ കണ്ടതും അവൻ സോഫയിലേക്ക് നിവർന്നിരുന്നുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ തലവേദന മാറുമെന്ന്. ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം കൊണ്ടാണ് തലവേദന വന്നത്. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നിരുന്നു. കുറച്ച് സമയം 2 പേർക്കിടയിലും നിശബ്ദത പടർന്നു. എന്തിത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? അല്പസമയം കഴിഞ്ഞതും ചുമരിലെ ഏതൊരു ബിന്ദുവിലേക്ക് തന്നെ നിശബ്ദമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ത്രിലോകിനോടായി അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ എൻ്റെ മിഥുവിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ആമി. എൻ്റെ മിഥു, അവൾ എന്നെ മറന്നിട്ടുണ്ടാകുമോ? വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി
മറ്റാരുടെയെങ്കിലും മുന്നിൽ അവൾക്ക് തല കുനിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകുമോ? അവൻ നിറ കണ്ണുകളോടെ അവളുടെ ഇരു തോളിലും മുറുക്കെ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ കാര്യം എന്തെന്ന് മനസ്സിലാവാതെ അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ടതും അവനൊരു വിളറിയ പുഞ്ചിരിയോടെ ഹെയർ ഡ്രസ്സിലേക്ക് ചാരിയതും ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും അവരുടെ പ്രണയകാലം കടന്നു വന്നു. പൂജയുടെ മനസ്സിൽ താനുണ്ടെന്ന് മനസ്സിലായതും ശ്യാമിന് സ്വർഗം കിട്ടിയ ഫീലായിരുന്നു. പക്ഷെ പിന്നെ ഒരിക്കൽ പോലും അവനവളുടെ പിന്നെല്ലാം നടന്ന് വീണ്ടും ശല്യം ചെയ്യാനോ അവളോട് ഓരോന്നും പറഞ്ഞ് പഠിത്തത്തിൽ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും അവൻ ശ്രമിച്ചില്ല. പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇരുവർക്കും ജോലിയൊക്കെ ആകുമ്പോൾ നേരിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കാമെന്ന് അവൻ മനസ്സിൽ കണക്ക് കൂട്ടി. ത്രിലോകും റോബിനും കൂടെ അവന് അതിനായി ഫുൾ സപ്പോർട്ടും നൽകുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ആരും അറിയാതെ ത്രിലോകിൻ്റെയും ശ്യാമിൻ്റെയും പ്രണയങ്ങൾ ആ കോളേജിൽ പോതു തളർത്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ദിയ പലപ്പോഴും ത്രിലോകുമായി അടുക്കാൻ ശ്രമിക്കുന്നത് മിതുവിൽ കുശുമ്പുണർത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ പരിണിത ഫലം കയ്യിലും കഴുത്തിലുമൊക്കെ പലപ്പോഴും ത്രിലോക് അനുഭവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ദിയയെ കൺപെടുത്ത് കാണുമ്പോൾ തന്നെ അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടും. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനോടൊപ്പം ത്രിലോകിൻ്റെയും ശ്യാമിൻ്റെയും റോബിൻ്റെയും കോളേജ് കാലഘട്ടം അവസാനിക്കാറായി. മിതുവിനെയും പൂജയും പിരിയുന്നതിൽ വിഷമമുണ്ടെങ്കിലും തങ്ങളുടെ കരിയറിലെ മറ്റൊരു വഴിത്തിരിവിനായി അവർ ആ വിരഹം സഹിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഫൈനൽ ഇയർ കുട്ടികളെ പിരിച്ചുവിടുന്നതിന് മുന്നോടിയായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫെയർവെൽ ഫംഗ്ഷൻ സംഘടിപ്പിച്ചു. ജൂനിയർ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് തങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വേണ്ടി നല്ലൊരു ഇയർ എൻഡിങ് ഫംഗ്ഷൻ തന്നെയാണ് സംഘടിപ്പിച്ചത്. അതിനായി ത്രിലോകും ശ്യാമും റോബിനും മിതുവും പൂജയും ഉൾപ്പെടെ ആ കോളേജിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അന്നേ ദിവസം ആ കോളേജ് ഓഡിറ്റോറിയത്തിൽ ആഗതമായി. അടുത്തതായി കോളേജിലെ അഭിമാനമായ ചെയർമാനും ഫൈനൽ ഇയർ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സിലെ വിദ്യാർത്ഥിയുമായി ത്രിലോക് ശ്രീനാഥിനെ ഒരു ഗാനം ആലപിക്കുന്നതിന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആങ്കർ പറഞ്ഞു കഴിഞ്ഞതും കുട്ടികളുടെ കരാഘോഷം അവിടമാകെ മുഴങ്ങിക്കേട്ടു. ഇരുവശത്തുമായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും ഒന്ന് നോക്കിക്കൊണ്ട് ത്രിലോക് സ്റ്റേജിലേക്ക് നടന്നു കയറി. മിതുവും പൂജയും ശ്യാമും റോബിനുമെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ കരാഘോഷം മുഴക്കിക്കൊണ്ടിരുന്നു. ത്രിലോക് സ്റ്റേജിലേക്ക് കയറിയതും ഒരു പയ്യൻ അവൻ്റെ കയ്യിലേക്ക് ഒരു ഗിറ്റാർ കൊണ്ടുവന്ന് കൊടുത്തു. അവനത് വാങ്ങി സ്ലിംഗ് എല്ലാം സെറ്റ് ചെയ്ത ശേഷം തോളിലേക്ക് ഇട്ടുകൊണ്ട് സ്റ്റേജിൻ്റെ ഒത്ത നടക്കായി വന്നു നിന്നു. അവനിൽ മാത്രം സ്പോട്ട് ലൈറ്റ് തെളിഞ്ഞു നിന്നു. അവൻ കണ്ണുകളൊന്ന് മുറുക്കി അടച്ച് തുറന്ന ശേഷം മിതു എന്ന ഭാഗത്തേക്കൊന്ന് നോക്കി. ഇരുട്ടിങ്ങിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഹാളിലാകെ നിറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് മിതുവിനെ വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും അവളുടെ സാന്നിധ്യം അവിടെയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ പാട്ടുപാടാൻ തുടങ്ങി. ത്രിലോകിൻ്റെ ശബ്ദ മാധുര്യത്തിൽ ഓരോ കുട്ടികളും സ്വയം മറന്നു നിന്നുപോയി. പാട്ട് അവസാനിച്ചിട്ട് പോലും കുറച്ച് നിമിഷങ്ങൾ കൂടി ആ ഹാളാകെ നിശബ്ദത്തിൽ മുങ്ങി നിന്നു. മിതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് സ്റ്റേജിലേക്ക് ഓടിക്കയറി അവനിന്ന് മുറുക്കെ പുണരാൻ തോന്നി. അവൾ സ്വയം മറന്ന പോലെ അവനെ നോക്കി നിന്നു. പെട്ടെന്ന് ചുറ്റിനും ലൈറ്റുകൾ തെളിഞ്ഞതോടൊപ്പം കുട്ടികളുടെ കരാഘോഷം മുഴങ്ങിക്കേട്ടു. താങ്ക് യു വെരി മച്ച്. എല്ലാവരെയും നോക്കി നന്ദി പറഞ്ഞിട്ട് ത്രിലോക് സ്റ്റേജിൽ നിന്നും താഴേക്കിറങ്ങി വന്നു. അവൻ്റെ കണ്ണുകൾ മിതു നിൽക്കുന്ന ഭാഗത്തേക്ക് നീണ്ടതും തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അവൻ ശ്യാമിൻ്റെയും റോബിൻ്റെയും അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് പതിയെ തൻ്റെ വലത് കൈ നീട്ടി മിതുവിൻ്റെ ഇടം കൈയിലൊന്ന് പിടിച്ചു. അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവൻ അവളെയും കൊണ്ട് പിന്നിലേക്ക് നടന്നിരുന്നു. തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കോളേജിൻ്റെ പിന്നിലേക്ക് നടക്കുന്നവനെ അവൾ പരിഭ്രമത്തോടെ നോക്കി. ത്രിലോകേട്ടാ വിട്ടേ, ഇത് എങ്ങോട്ടാ ഈ പോകുന്നത്? അവൾ അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. ഒടുവിൽ ജനറേറ്റർ റൂമിൽ പിന്നിലായി കാണുന്ന ഒഴിഞ്ഞ കെട്ടിടത്തിൻ്റെ സൈഡിലായി എത്തിയതും അവൻ അവളെ പിടിച്ച ചുമലിലേക്ക് ചേർത്ത് നിർത്തി. ത്രിലോകേട്ടാ, അവൾ പതർച്ചയോടെ വിളിച്ചപ്പോഴേക്കും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നു. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു. കഴുത്തിന് ചുറ്റും എന്തൊക്കെയോ പരതിക്കൊണ്ട് അവൻ അവളുടെ ചെവിയിടുക്കിലേക്ക് തൻ്റെ ചുണ്ടുകളുടെ പ്രയാണം ആരംഭിച്ചു. കമ്മലടക്കം അവളുടെ ചെവിയിൽ വായിലാക്കി നുണഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവിളിലേക്ക് അരിച്ചിറങ്ങി. അവിടെ ഇന്ന് അമർത്തി മുത്തിയ ശേഷം മറു കവിളിലും ഇരു കണ്ണുകളിലും അവൻ തൻ്റെ ചുംബന മുദ്ര പതിപ്പിച്ചു. പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മൂക്കിൻ തുമ്പിലൂടെ ഇഴഞ്ഞ് താഴേക്കിറങ്ങിക്കൊണ്ട് അതിൻ്റെ ഇണയിൽ ചേർന്നു. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൾ അവനെ മുറുക്കപ്പുണർന്നു. കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുകർന്നുകൊണ്ട് അവൻ അവളെ ചുംബിച്ചുണർത്തി. പരിധികൾ ലംഘിച്ചുകൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു. ചുരിദാറിൻ്റെ സ്ലിറ്റിനിടയിലൂടെ അവൻ്റെ കൈകൾ അവളുടെ അണിവയറിൽ അമർന്നു. പതിയെ അവൻ്റെ തള്ളവരിൽ അവളുടെ പുക്കിൽ ചുഴിയുടെ ആളം അഴന്നു. അവൾ നീങ്ങിക്കൊണ്ട് അവനെ മുറുകപ്പുണർന്നു. ഇരുട്ടിനെ മറയാക്കിക്കൊണ്ട് ഇരുവരും സ്വയം മറന്നതുപോലെ പരസ്പരം ചുംബിച്ചുകൊണ്ടിരുന്നു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും മിതു അവൻ്റെ പുറത്ത് നഖങ്ങൾ ആഴ്ത്തി.
അപ്പോഴേക്കും ത്രിലോക് പതി അവളിൽ നിന്നും ചുണ്ടുകൾ അടർത്തി മാറ്റി മിതു തളർച്ചയോടെ അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി നിന്നു. പൊന്നു, ഐ ലവ് യു ടു. അവൾ പറഞ്ഞു കഴിഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. പതി ഒരിക്കൽ കൂടി അവനുള്ള ചുണ്ടിലെ തേൻ നുകരാൻ തുടങ്ങി. ഡാ. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു അലർച്ച കേട്ടതും അവർ ഇരുവരും ഒരു ഞെട്ടലോടെ അകന്നു മാറി. ഇതേ സമയം ത്രിലോകിൻ്റെ കൂടെ പോയ മിഥുവിനെയും നോക്കി ഓഡിറ്റോറിയത്തിൻ്റെ ഒരു കോണിൽ കാത്തിരിക്കുകയായിരുന്ന പൂജയുടെ അരികിലേക്ക് ശ്യാം നടന്നു വന്നു. പൂജക്കുട്ടി. പിന്നിൽ നിന്നും ശ്യാമിൻ്റെ ശബ്ദം കേട്ടതും പൂജ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഹോ, പേടിച്ചു പോയല്ലേ ശ്യാമേട്ടാ. അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. ഇതിനിപ്പോൾ ഇത്രയും പേടിക്കാൻ മാത്രം എന്താ? നിന്നെ പൂച്ചക്കുട്ടി എന്ന് വിളിക്കുന്നത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനാണെന്ന് ഊഹിച്ചൂടെ? അവളെ നോക്കി പുരികം പൊക്കി കണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ ഇന്ന് കുർപ്പിച്ച് നോക്കിയ ശേഷം പുറത്തേക്ക് നോക്കി നിന്നു. എന്തെത്ര കാര്യമായിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്? അവളുടെ നോട്ടം കണ്ടതും അവനും അങ്ങോട്ടേക്ക് നെത്തി നോക്കിക്കൊണ്ട് അവളോടായി ചോദിച്ചു. ഏട്ടൻ്റെ കൂട്ടുകാരൻ എൻ്റെ മിഥുവിനെയും കൊണ്ട് പോയിട്ട് ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ അവളെ നോക്കി നിൽക്കുക. അവൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കുറച്ചുകൂടി അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു. നീ ഇനി ഉടനെയൊന്നും അവളെ പ്രതീക്ഷിക്കണ്ട. അവളെ കൊണ്ടുപോയത് ത്രിലോകല്ലേ. സമയമാകുമ്പോൾ അവൻ തന്നെ പതി അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിക്കോളും. എൻ്റെ കൊച്ച് അതോർത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ. അവൻ അവളെ കവിളിൽ നിന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. ഓഹ്, ഇങ്ങനെ നോക്കല്ല പെണ്ണേ. ഞാൻ നിനക്ക് തന്ന വാക്കൊക്കെ അങ്ങ് മറന്നു പോകും. അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ പകച്ചു നോക്കി. അവൻ എന്താണെന്ന മട്ടിൽ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ അവനെ നോക്കി മുഖം വിറപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. അപ്പം എൻ്റെ പൂച്ചക്കുട്ടി ഇനിയെങ്കിലും ഒന്ന് പറയോ എന്നെ ഇഷ്ടമാണെന്ന്? അവൻ അവളെ തോളിയുടെ കൈയിട്ട് തന്നെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി. അതിനുള്ള മറുപടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ ശ്യാമേട്ടാ. അവൾ ദയനീയതയോടെ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. നീ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എന്നാലും ഇന്ന് ഞങ്ങളുടെ ഈ കോളേജിലെ അവസാനത്തെ ദിനമല്ലേ. അപ്പോൾ നിൻ്റെ നാവിൽ നിന്നും ഇഷ്ടമാണെന്ന് കേൾക്കാനുള്ളൊരു കൊതി. അതുകൊണ്ട് വീണ്ടും വന്ന് ചോദിച്ചത്. നീ അത് വിട്ടേക്ക്. അവൻ പറഞ്ഞതും അവൾ അവനെ വിഷമത്തോടെ ഒന്ന് നോക്കി. ശേഷം അവൻ്റെ ഇരു കൈകളും തൻ്റെ കൈക്കുള്ളിലാക്കി. എനിക്ക് ശ്യാമയോട് യാതൊരു ഇഷ്ടക്കേടുമില്ല, മാത്രമല്ല ഇഷ്ടവുമുണ്ട്. പക്ഷേ അവൾ പറഞ്ഞു കേട്ട് അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങിയെങ്കിലും പിന്നീടുള്ള അവളുടെ പക്ഷയിൽ അവൻ്റെ മുഖം വാടി. അറിയടാ, നിൻ്റെ സാഹചര്യം നിൻ്റെ ഉടലെ എന്നോടുള്ള പ്രണയത്തെ മറച്ചു പിടിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നു. എനിക്കത് മനസ്സിലാകും. എന്നാലും ചില നേരത്ത് ഞാനൊരു ടിപ്പിക്കൽ കാമുകനായി മാറുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നത്. എന്തായാലും താനത് വിട്ടേക്ക്. കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയതിനു ശേഷം എന്തായാലും ഞാൻ തൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കും. അതുവരെ താൻ എനിക്ക് വേണ്ടി ഒന്ന് കാത്തിരുന്ന മാത്രം മതി. അവൻ പറഞ്ഞതും അവൾ നിറപുഞ്ചിരിയോടെ അവനെ നോക്കി തലയാട്ടി. അപ്പോഴേക്കും അവനും ഒരു പുഞ്ചിരിയോടെ ഇരു കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ചു. ഇതേ സമയം പിന്നിൽ നിന്നുമുള്ള ശബ്ദം കേട്ട് ഞെട്ടിമറിയ ത്രിലോകും മിതുവും തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി.